ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയെ കൊണ്ട് പോയൊരു കംപ്ലൈന്റ് കൊടുക്കാം. സ്ഥിരം ലിസ്റ്റിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തിരിക്കുക. എടാ, ഈ വീടിന്റെ ഹൗസ് ഓണർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ അവര് വന്നത്. സുബൈർ പറയട്ടെ, സുബൈർ പറഞ്ഞ ഞങ്ങൾ മാറാന്ന് പറഞ്ഞപ്പോഴാ അവര് ഉപദ്രവം തുടങ്ങിയത്. അമ്മ, രോഹിത് എന്ത് കുറ്റം വേണേലും ചെയ്തോട്ടെ, പക്ഷെ എനിക്ക് അയാളെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. കാരണം ദേ എന്റെ കഴുത്തില് താലി കെട്ടിയ ആളാ രോഹിത്. എനിക്കത് മറക്കാൻ പറ്റില്ല. എത്ര പെട്ടെന്നാ ശ്യാമേ നീ നിന്റെ സ്വഭാവത്തിലും വാക്കിലും ഒക്കെ മാറ്റം വരുത്തുന്നത്. സ്ഥിരതയുള്ളൊരു തീരുമാനം നിനക്കില്ല. എനിക്ക് എന്റെ ജീവിതത്തിന് തന്നെ സ്ഥിരതയില്ലല്ലോ. എന്നെ എന്തിനാ നിങ്ങൾ വളർത്തിയേ? ജനിച്ചപ്പോ തന്നെ അങ്ങ് കൊന്നു കളഞ്ഞാ പോരായിരുന്നോ? എങ്കിൽ ഞാൻ ഈ കഷ്ടപ്പാടൊന്നും സഹിക്കേണ്ടി വരില്ലായിരുന്നു. നീ തന്നെ ഇത് പറയണം. എന്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ ലാളിച്ചിരുന്നത് നിന്നെ തന്നെയാ. സ്നേഹിച്ചിട്ടേ ഉള്ളൂ, അന്നും ഇന്നും എന്നും. കൊന്നു കളഞ്ഞാ പോരായിരുന്നോ, എന്തിനാ വളർത്തിയെന്നൊക്കെ എന്റെ മോളിപ്പോ ചോദിച്ചില്ലേ? അതിന് ഉത്തരം കിട്ടാൻ വേറെ എങ്ങോട്ടും പോണ്ട. എങ്ങനെ എന്റെ മോള് ദേ ഇപ്പൊ നിൽക്കുന്ന ഈ നിലയിലെത്തിന്ന് ഒന്ന് ചിന്തിച്ചാ മാത്രം മതി. അപ്പൊ കിട്ടിക്കോളും മോള് ചോദിച്ച എല്ലാ ചോദ്യത്തിനുള്ള മറുപടി. ആ പിന്നെ രോഹിത് കെട്ടിയ താലിയുടെ മഹത്വം ഒന്നും നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കണ്ട. അതിന്റെ മഹത്വം അവൻ അറിയായിരുന്നെങ്കിലേ അവൻ ഈ പണിക്ക് നിൽക്കില്ലായിരുന്നല്ലോ. പൊക്കോ, പോയി അവനെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്ക്. ഇറക്കിക്കൊണ്ട് വരുന്നതിന്റെ പിറ്റേന്ന് തന്നെ അവൻ വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നോക്കും. കാരണം അവൻ ഇതൊക്കെ ഒരു നേരം പോക്കാ. നിനക്കേ ഇതൊരു സ്ഥിരം പണിയായി മാറരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. എപ്പോഴായിരുന്നു ഈ സംഭവം? കുറച്ചു മുമ്പായിരുന്നു. അച്ഛനമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനെത്തുമ്പോ അച്ഛനോട് വീണ് കിടക്കായിരുന്നു. അക്രമികള് ആ സമയത്ത് പോയി കഴിഞ്ഞിരുന്നു. ഡോക്ടർ വരും, അച്ഛനകത്ത. രാഘവേട്ട, എങ്ങനെയുണ്ട്? നല്ല ശരീരവേദനയാ. ഞാൻ എഴുതുന്ന മരുന്നുകൾ വാങ്ങിക്കൊടുക്കണം. ഡോക്ടർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവര് തള്ളിയിട്ടപ്പോ ശരിക്ക് തലയിടിച്ചാ വീണത്. എന്തായാലും ഞാൻ തന്നിരിക്കുന്ന മരുന്നുകൾ കൊടുക്കൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഡോക്ടർ പറഞ്ഞതുപോലെ ചികിത്സയ്ക്കായിട്ട് ഹൈദരാബാദിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ. അതിനുള്ള പണവും കണ്ടെത്തിയതാ. പക്ഷേ അപ്പോഴേക്കും അതെങ്ങനെ ഒരു ദുരന്തത്തിൽ കലാശിച്ചു. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ
ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും ഇപ്പൊ തന്ന മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യൂ. പോകുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ട് മതി. ആ എന്നാ ശരി. ശരി. ശരി, ഇറങ്ങട്ടെ. ശരി ഡോക്ടർ, വളരെ ഉപകാരം. പെട്ടെന്ന് എത്തിയില്ലേ? ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? നല്ല ശരീരവേദനയാ. പുറം പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നു. അത് മാറാനുള്ള മരുന്ന് ഡോക്ടർ കുറിച്ച് തന്നിരിക്കുന്നത്. ശാലിനി, എന്താ അച്ഛാ? ഇനി അവളെ അവരെ പോലീസ് വിളിച്ചാ? അവരാരായാലും നമുക്ക് കണ്ടുപിടിക്കാം അച്ഛാ. പണവും അങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഞാൻ SHOയെ വിളിച്ചു വരുത്താം. വീട്ടിൽ കയറി ആക്രമിച്ചിട്ട് അവന്മാരെ അങ്ങനെ രക്ഷപ്പെടാൻ വിട്ടൂടാ. അമ്മയെ കൊണ്ട് പോയൊരു കംപ്ലൈന്റ് കൊടുക്കാം. സ്ഥിരം ലിസ്റ്റിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തിരിക്കുക. എടാ, ഈ വീടിന്റെ ഹൗസ് ഓണർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ അവര് വന്നത്. സുബൈർ പറയട്ടെ, സുബൈർ പറഞ്ഞ ഞങ്ങൾ മാറാന്ന് പറഞ്ഞപ്പോഴാ അവർ ഉപദ്രവം തുടങ്ങിയത്. എന്തായാലും ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഗുണ്ടകളെ പിടിച്ച് നാട് വിടാൻ പറ്റില്ലല്ലോ. വിഷ്ണുട്ടാ, എത്രയും പെട്ടെന്ന് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കണം. മോളെ, എന്നെ ഇനി ഇവിടെ നിർത്തല്ലേ. എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്ക്. അവിടുന്ന് പോന്നതാ എല്ലാത്തിനും കാരണം. എടാ മക്കളെ, എന്നെ വീട്ടിൽ കൊണ്ടാക്കടാ. ഉണ്ടാക്കുവോ? ഈ വീടിന്റെ ഹൗസ് ഓണർ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞ അവന്മാര് വന്നത്. അപ്പോഴ്